നമസ്കാരം പ്രിയമുള്ളവരെ. വിഴിഞ്ഞം പോർട്ടിൻ്റെ എം ഡി സ്ഥാനത്ത് നിന്ന് ദിവ്യ എസ് അയ്യരെ മാറ്റി എന്ന വാർത്ത മാധ്യമങ്ങൾ വളരെ പ്രാധാന്യത്തോടു കൂടി തന്നെ ചർച്ച ചെയ്യുന്നുണ്ട്. ഈ നിലപാടോടുകൂടി വി ഡി സതീശനും യു ഡി എഫ് ഗവൺമെൻറ്റും ജനങ്ങൾക്ക് നൽകുന്ന ഒരു സന്ദേശമുണ്ട്. അതായത് യാതൊരുവിധ ഒത്തുതീർപ്പിനും തയ്യാറാകാതെ പ്രവർത്തകരുടെ വികാരങ്ങൾ മാനിച്ചുള്ള ഒരു ഭരണമായിരിക്കും നടത്തുക എന്ന രീതിയിൽ തന്നെയാണ് ദിവ്യ എസ് അയ്യരുടെ സ്ഥാനചലനവുമായി ബന്ധപ്പെട്ട് വിശകലനങ്ങളൊക്കെയും പുറത്തു വരുന്നത്. നേരത്തെ ഉണ്ടായിരുന്നത് പോലെ ചില അഡ്ജസ്റ്റ്മെൻറ്റുകൾ ഭരണത്തിൽ വരുമ്പോൾ പ്രസ്ഥാനത്തിനെതിരെയും അതുപോലെ പാർട്ടിക്കെതിരെയും ഒക്കെ പ്രവർത്തിച്ചവരെ സംരക്ഷിച്ചു പോകുന്ന നിലപാടുകൾ ഉണ്ടാകില്ല എന്ന ഒരു അടിയുറച്ച തീരുമാനത്തിലേക്ക് വി ഡി സതീശനും യു ഡി എഫ് ഗവൺമെൻറ്റും എത്തുന്നു എന്നു തന്നെയാണ് ഈ നടപടിയിൽ നിന്ന് വ്യക്തമാകുന്നത്. പ്രത്യേകിച്ചും ദിവ്യ എസ് അയ്യർ എന്ന് പറയുന്നത് വി ഡി സതീശനുമായി വളരെ ആത്മബന്ധമുള്ള ഒരു കുടുംബത്തിലെ അംഗമാണ്. വി ഡി സതീശൻ്റെ രാഷ്ട്രീയ ഗുരുവാണ് ജി കാർത്തികേയൻ. അദ്ദേഹത്തിൻ്റെ മകനും അരുവിക്കര മുൻ എം എൽ എയുമായിരുന്ന ശബരിനാഥിൻ്റെ ഭാര്യയാണ് ദിവ്യ എസ് അയ്യർ. പക്ഷേ എങ്കിലും പ്രവർത്തകരുടെ വികാരങ്ങൾക്കാണ് സ്ഥാനം എന്ന രീതിയിലാണ് ഇപ്പോൾ ഈ സ്ഥാനചലനത്തെ നമ്മൾ വിശകലനം ചെയ്യേണ്ടത് എന്നതാണ് ഏറ്റവും പരമപ്രധാനമായ യാഥാർത്ഥ്യം. പ്രത്യേകിച്ചും വി ഡി സതീശൻ മുഖ്യമന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെടുമ്പോൾ ആദ്യം സന്ദർശിച്ച ഭവനങ്ങളിൽ ഒന്ന് ജി കാർത്തികേയൻ്റേതാണ്. അദ്ദേഹത്തെ വളരെ ഉചിതമായി തന്നെ അവരുടെ ഫാമിലി സ്വീകരിച്ചു. വി ഡി സതീശൻ അവിടെ പൊട്ടിക്കരയുന്ന രംഗങ്ങളൊക്കെ കണ്ടതാണ്. ജി കാർത്തികേയൻ്റെ ഭാര്യ സുലേഖ ടീച്ചർ പറഞ്ഞത് ശബരിനാഥിനെയും മറ്റു മകനെയും പോലെ, അതായത് ജി കാർത്തികേയൻ്റെ 2 ആൺമക്കളെ പോലെയാണ് തങ്ങൾക്ക് മുഖ്യമന്ത്രി വി ഡി സതീശൻ എന്നാണ്. തങ്ങൾക്ക് മുഖ്യമന്ത്രിയല്ല, തങ്ങളുടെ മൂത്ത മകൻ എന്ന രീതിയിലാണ് അവർ സ്വീകരിക്കുകയൊക്കെ ചെയ്തത്. ആ ചടങ്ങിൽ ആ കൂടിക്കാഴ്ചകളിലൊക്കെ ദിവ്യ അയ്യരുടെ സാന്നിധ്യവും ഉണ്ടായിരുന്നതാണ്. അപ്പോൾ തന്നെ നമ്മുടെ ഭാഗത്തു നിന്നൊക്കെ ഒരു വിശകലനം ഉണ്ടായത് പ്രകീർത്തനങ്ങളാൽ, പിണറായി വിജയൻ്റെ പ്രകീർത്തനങ്ങളാൽ ഒക്കെ നിറഞ്ഞു നിന്ന ദിവ്യ എസ് അയ്യരെ ഈ രാഷ്ട്രീയ ബന്ധം കൊണ്ട് തന്നെ, അതായത് വി ഡി സതീശൻ എന്ന് പറയുന്ന വ്യക്തിക്ക് ജി കാർത്തികേയൻ എന്ന് പറയുന്ന തൻ്റെ രാഷ്ട്രീയ ഗുരുവിനോടുള്ള ഒരു വിധേയത്വവും സ്നേഹവും ഇഷ്ടവും ഒക്കെ കൊണ്ട് അദ്ദേഹത്തിൻ്റെ മരുമക്കളെ സ്ഥാനചലനം നടത്തില്ല, വിഴിഞ്ഞം പോർട്ടിൻ്റെ എം ഡി ആയി നിലനിർത്തുമെന്നാണ്. പക്ഷേ അതിനെയൊക്കെയും വിഘാതങ്ങൾ വരുത്തിക്കൊണ്ട് അതൊക്കെയും വെറും വ്യർത്ഥമായ വിലയിരുത്തലുകൾ ആണ് എന്ന് തിരുത്തിക്കൊണ്ട് വി ഡി സതീശനും അദ്ദേഹത്തിൻ്റെ ഗവൺമെൻറ്റും ഇപ്പോൾ ദിവ്യ എസ് അയ്യരെ വിഴിഞ്ഞം പോർട്ടിൻ്റെ എം ഡി സ്ഥാനത്ത് നിന്ന് മാറ്റി തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ, അതായത് കോൺഗ്രസിൻ്റെ വകുപ്പ് പോലുമല്ല, മുസ്ലിം ലീഗിൻ്റെ ഏറ്റവും അഗ്രഗണ്യനായ മന്ത്രി ഷാജി കൈകാര്യം ചെയ്യുന്ന വകുപ്പിലേക്ക് അവരെ മാറ്റിയിരിക്കുന്നു എന്ന രീതിയിലുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്. അതായത് പ്രവർത്തകരുടെ വികാരങ്ങൾ മാനിക്കുന്നു എന്നു തന്നെ ആണ് വ്യക്തമാകുന്നത്. തൻ്റെ വകുപ്പായ തുറമുഖ വകുപ്പിൻ്റെ കീഴിൽ വരുന്ന വിഴിഞ്ഞം പോർട്ടിൻ്റെ എം ഡി സ്ഥാനത്ത് നിന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇപ്പോൾ ദിവ്യ എസ് അയ്യരെ മറ്റൊരു വകുപ്പിലേക്ക് മാറ്റിയിരിക്കുന്നു എന്ന ഒരു യാഥാർത്ഥ്യം തന്നെയാണ് ചർച്ച ചെയ്യപ്പെടുന്നത്. പ്രത്യേകിച്ചും ദിവ്യ എസ് അയ്യരെ സംബന്ധിച്ച് അവർക്ക് കോൺഗ്രസ് അണികളുമായി ഇത്ര ഒരു ഉണ്ടാകുന്നതിന് കാരണം, പ്രത്യേകിച്ചും സൈബർ ഇടങ്ങളിലെ കോൺഗ്രസ് അണികൾ ദിവ്യ എസ് അയ്യരെ നിരന്തരം വിമർശിക്കുന്നതിന് കാരണം, വിഴിഞ്ഞം പോർട്ട് കമ്മീഷൻ ചെയ്യുന്ന അവസരത്തിൽ അതിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചുകൊണ്ട് സംസാരിക്കുന്നതിനിടയിൽ അഭിമന്യനായ കേരളത്തിൻ്റെ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി വിഴിഞ്ഞം പോർട്ടിൻ്റെ കാരണഭൂതനായ, അല്ലെങ്കിൽ അതിന് കാരണക്കാരനായ ഉമ്മൻചാണ്ടി ഒരു വാക്കുകൊണ്ട് പോലും പരാമർശിക്കാതെയാണ് ദിവ്യ എസ് അയ്യരുടെ പ്രസംഗം അവസാനിച്ചത്. അത് പൂർണ്ണമായും എൽ ഡി എഫ് ഗവൺമെൻറ്റിൻ്റെ ഒരു നേട്ടമായിട്ട് വരുത്തുന്നതിന് ദിവ്യ എസ് അയ്യർ പൂർണ്ണമായും ശ്രമിച്ചിരുന്നു. അവരൊരിക്കലും ഉമ്മൻചാണ്ടിയുടെ ആ പേര് പരാമർശിച്ചില്ല. ആ പോർട്ട് നിലവിൽ വരുന്നതിന് കാരണക്കാരനായ ഉമ്മൻചാണ്ടിയുടെ പേര് പറഞ്ഞിട്ടില്ല. അതായിരുന്നു കോൺഗ്രസ് അണികളെയും കോൺഗ്രസിൻ്റെ പ്രവർത്തകരെയും കോൺഗ്രസ് സൈബറിടങ്ങളെയും ഒക്കെ പ്രകോപിപ്പിച്ച ഒരു കാര്യം. മറ്റൊന്ന്, മന്ത്രി രാധാകൃഷ്ണൻ അദ്ദേഹം ആലത്തൂരിൽ നിന്ന് ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുമ്പോൾ അദ്ദേഹത്തെ പ്രകീർത്തിച്ചുകൊണ്ട് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടത്. മറ്റൊന്ന്, കോൺഗ്രസ് അണികൾക്ക് അവരോട് വിരോധം തോന്നുവാനുള്ള ഒരു കാരണം, മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിരുന്ന കെ രാഗേഷ് കണ്ണൂർ ജില്ലാ സെക്രട്ടറിയായി മാറുമ്പോൾ അദ്ദേഹത്തെ പ്രകീർത്തനങ്ങൾ കൊണ്ട് ഫേസ്ബുക്കിൽ ഇങ്ങനെ കൊണ്ടാടിയത്, അവരിന്ന് കൊടുത്ത നിർവചനം, കെ രാഗേഷിൻ്റെ വ്യക്തിത്വത്തിന് കൊടുത്ത നിർവചനം കർണൻ്റെ കവചകുണ്ടലങ്ങൾ പോലെയാണ് കെ രാഗേഷിൻ്റെ സ്വഭാവ ഗുണങ്ങൾ എന്നാണ്. കെ രാഗേഷ് ഒരിക്കലും ഭരണഘടനാപരമായോ അല്ലെങ്കിൽ ഉദ്യോഗ തലത്തിലോ ഉള്ള ഒരു പദവിയിലേക്കല്ല പോയത്. അദ്ദേഹം മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി പദത്തിൽ നിന്ന് കണ്ണൂർ ജില്ലയിലെ പാർട്ടി CPM-ൻ്റെ ജനറൽ സെക്രട്ടറി പദത്തിലേക്കാണ് പോയത്. അപ്പോൾ അദ്ദേഹത്തെ അങ്ങനെ ഒരു പുകഴ്ത്തൽ കൊണ്ട് മൂടേണ്ട കാര്യമില്ലായിരുന്നു. അന്ന് യൂത്ത് കോൺഗ്രസ്
IAS തലത്തിലിരിക്കുന്ന ഒരു ആള് രാഷ്ട്രീയ നേതാവിനെ ഇത്തരം പ്രകീർത്തനങ്ങൾ കൊണ്ട് നടത്തുന്നത് ശരിയല്ല എന്ന രീതിയിൽ പരാമർശങ്ങളും കോടതിയൊക്കെയുമായി പോയിരുന്നു. അന്നും കോൺഗ്രസിൻ്റെയും യൂത്ത് കോൺഗ്രസിൻ്റെയും ഇടയിൽ നിന്ന് ദിവ്യ എസ് അയ്യർക്ക് നേരെ വലിയ വിമർശനങ്ങളുണ്ടായിരുന്നു എന്നതും യാഥാർത്ഥ്യമാണ്. എന്തായാലും ഇപ്പോൾ ആ വികാരങ്ങളൊക്കെ മാനിച്ചുകൊണ്ടാണ് ദിവ്യ എസ് അയ്യരെ ഇപ്പോൾ വിഴിഞ്ഞം പോർട്ടിൻ്റെ MD സ്ഥാനത്ത് നിന്ന് മാറ്റിയിരിക്കുന്നത് എന്ന രീതിയിലുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്. അണികളുടെ വികാരങ്ങൾ മാനിച്ചുകൊണ്ട് ഉള്ള ഒരു ഭരണമായിരിക്കും നിലവിൽ വരിക എന്നു തന്നെയാണ് റിപ്പോർട്ടുകളൊക്കെയും സൂചിപ്പിക്കുന്നത്. പ്രത്യേകിച്ചും ഇന്നലെയും ഒക്കെ വരുന്ന മൈക്രോ ഫിനാൻസുമായി ബന്ധപ്പെട്ട് വരുന്ന വെള്ളാപ്പള്ളി നടേശനെതിരെയുള്ള അന്വേഷണം, അതുപോലെ ഉള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ അപഗ്രഥനം ചെയ്തു വരുമ്പോൾ അണികളുടെ ഒരു വികാരം മനസ്സിലാക്കിക്കൊണ്ടുള്ള ഒരു ഭരണമായിരിക്കാം മുന്നോട്ട് പോകുന്നത് എന്ന് തന്നെയാണ്. ഇത്രയും കാലത്തെയും ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് രാഷ്ട്രീയത്തിൻ്റെ സ്വഭാവം VD സതീശനോ നിലവിലുള്ള ഗവൺമെൻറ്റുകളോ നിലവിലുള്ള മറ്റു മന്ത്രിമാരോ സ്വീകരിക്കില്ല എന്ന് തന്നെയാണ് റിപ്പോർട്ടുകളൊക്കെയും സൂചിപ്പിക്കുന്നത്. പ്രത്യേകിച്ചും തൂഫാൻ പോലെയുള്ള പരിപാടികളെ വളരെ ക്രിയാത്മകമായി കേരളത്തിലെ ചെറുപ്പക്കാരെ മയക്കുമരുന്നിൻ്റെയും മദ്യത്തിൻ്റെയും പിടിയിൽ നിന്ന് മോചിപ്പിക്കുവാനുള്ള ശ്രമങ്ങൾ തൂഫാൻ്റെ ഭാഗമായിട്ട് നടക്കുന്നുണ്ട്. പ്രത്യേകിച്ചും മയക്കുമരുന്ന് മാഫിയയുടെ പിടിയിൽ നിന്ന് കേരളം മോചിതമാകുന്നതിൻ്റെ ഒരു ലക്ഷണം കാണിക്കുന്നുണ്ട് എന്നതാണ്. മുഖ്യമന്ത്രിക്കൊപ്പം തന്നെ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയും വളരെ ക്രിയാത്മകമായി തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഏറ്റവും ക്രിയാത്മകമായ ഇടപെടൽ നടത്തുന്ന ഒരു വകുപ്പ് ഇപ്പോൾ ആഭ്യന്തര വകുപ്പാണ് എന്ന് വ്യക്തമായാണ്. കാരണം അത്രത്തോളമാണ് പിടികൂടപ്പെടുന്ന മയക്കുമരുന്ന് കച്ചവടക്കാരുടെ എണ്ണം എന്നത് വളരെ യാഥാർത്ഥ്യബോധത്തോടുകൂടി തന്നെ നമ്മൾ ഉൾക്കൊള്ളേണ്ടിയിരിക്കുന്നു. പ്രത്യേകിച്ചും കേരളത്തിലെ എല്ലാ സാമൂഹിക പ്രശ്നങ്ങൾക്കും, എല്ലാ കൊലപാതകങ്ങൾക്കും, എല്ലാ ബലാത്സംഗങ്ങൾക്കും കാരണം ഈ മയക്കുമരുന്നിൻ്റെ അമിതമായ ഉപയോഗമാണ്. മിക്കപ്പോഴും അതുമായി ബന്ധപ്പെട്ട പരാതി പറയുവാൻ തന്നെ ആളുകൾ മടിക്കുകയാണ്. ഈ മയക്കുമരുന്ന് കച്ചവടക്കാരുടെയൊക്കെ ശൃംഖല അത്രത്തോളം ശക്തമാണ്. പക്ഷേ ഇപ്പോൾ ജനങ്ങൾ കൂടുതൽ കോൺഫിഡൻറ്റോടുകൂടി ഇതിനെതിരെ പ്രതികരിക്കുവാൻ മുന്നോട്ട് വരുന്നു എന്ന് തന്നെയാണ് വലിയ മാറ്റത്തിൻ്റെ തുടക്കമായി ഞാൻ കാണുന്നത്. പ്രത്യേകിച്ച് മറ്റെന്ത് പ്രശ്നങ്ങളുണ്ടായാലും പെൻഷനോ മറ്റോ ഒന്നുമല്ല നമ്മുടെ പ്രശ്നം, നമ്മുടെ കുട്ടികളാണ്. ആ കുട്ടികൾ മയക്കുമരുന്നിന് അടിമകളായിട്ട് അവരുടെ ഭാവി തുലച്ചു കളയുന്ന, ഒന്നും അറിയാത്ത വെറും ഭ്രാന്തന്മാരായി നടക്കുന്ന, അല്ലെങ്കിൽ അമ്മയും പെങ്ങളെയും തിരിച്ചറിയാൻ പറ്റാത്തൊരു സാമൂഹിക അവസ്ഥയിലേക്ക് പോകുന്നത് ഒട്ടും നമുക്ക് സഹിക്കുവാൻ കഴിയാത്തതാണ്. നമ്മൾ കുറച്ച് റിപ്പോർട്ടുകൾ കണ്ടതാണ്. മിക്കപ്പോഴും ഈ മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന മക്കളുടെ മുന്നിൽ അമ്മമാർ പോലും പോകാൻ മടിക്കുന്നു. ഒരമ്മ എന്ന രീതിയിൽ അവരെ കാണാത്ത കുട്ടികളുണ്ടാകുന്നു. അവരെ പോലും ഒരു ലൈംഗിക ഉപകരണമായി കാണുന്നു എന്ന സാമൂഹിക ചുറ്റുപാടിലേക്ക് കേരളം മാറിപ്പോകുന്ന ഒരു സാഹചര്യത്തിൽ ഈ ഗവൺമെൻറ്റിൻ്റെ ഇത്തരം നടപടികൾ, തുഫാൻ പോലെയുള്ള നടപടികളും അത് സ്വീകാര്യമാണ്. നമ്മുടെ സമൂഹത്തെ അത് രക്ഷിച്ചെടുക്കും എന്ന കാര്യത്തിൽ സംശയമില്ല എന്ന ഒരു വിലയിരുത്തലുമുണ്ട്. എന്തായാലും VD സതീശനും രമേശ് ചെന്നിത്തലയും ഒക്കെ ഉൾപ്പെടുന്ന ഗവൺമെൻറ്റിൽ ചില പ്രത്യാശകൾ കാണുന്നു എന്ന് തന്നെയാണ് ഏറ്റവും സ്വാഭാവികമായ കാര്യം. തൽക്കാലം ഈ വീഡിയോയുമായി ഇവിടെ വാങ്ങിയാണ്. മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ ജയ് ഹിന്ദ്.